ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നിതാ ഞാനും ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഇതാണ് എൻ്റെ അപ്പൂസേട്ടൻ്റെ അമ്മ, എൻ്റെ അമ്മായിയമ്മ എന്ന അമ്മ, ഉമ്മമ്മ. ഇനി ഇതിൽ കൂടുതൽ വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. അപ്പം ഇതാ അമ്മേനെ ഞാൻ ഇന്നൊരു മേക്ക് ഓവർ ചെയ്യാൻ പോവാ. അല്ലുട്ടൊരു ഹായ് പറഞ്ഞേ, അല്ലുട്ടൊരു ഹായ് പറയ്. അല്ലു ഉറങ്ങി എഴുന്നേറ്റതാട്ടോ, അതിൻ്റെ ക്ഷീണത്തിലാ. അമ്മ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പം ഇന്ന് അമ്മേനെ ഞാൻ ദേവി ചന്ദനന്റെ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ദേവി ചന്ദന എന്താകും നമുക്ക് വഴിയേ കാണാം. അമ്മയാവുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം സാരി കൊടുക്കണം. അപ്പൊ നമുക്ക് സാരി കൊടുത്തിട്ട് കാണാം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പൊ അതാ അമ്മ സാരിയൊക്കെ കൊടുത്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സാരിന്റെ പൂർണ്ണ രൂപം നമ്മൾ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ സാരി ഫുള്ള് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മളിതാ മേക്ക് ഓവറിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങനെ അധികം ഓവറായിട്ടൊന്നും ചെയ്യണില്ല, ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് തന്നെ നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അല്ലൂട്ട അത് എടുക്കല്ലേ. അപ്പോൾ ഇതാ അല്ലു ഇവിടെ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. അതുകൊണ്ട് അല്ലുവിൻ്റെ കുറേ കലാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ടോണറൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലാണ്. നമ്മൾ വെച്ച സ്ഥലത്തൊന്നും സാധനം കിട്ടില്ല. അതിലൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടിടാണ്. അപ്പം നമ്മുടെ ടോണറും കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് അറിയുന്നില്ല. അപ്പൊ നമ്മൾ ഒന്ന് കണ്ടാണൂല. കല്ലൂസം പറയണ്ടേ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലൂട്ടിന് അത് ചെയ്തു കൊടുക്കണം കേട്ടോ. അതാണ് അല്ലൂട്ടിന്റെ പോളിസി. അല്ലു എന്താണ്, രസമുണ്ടോ, ഭംഗിയുണ്ടോ? രസമില്ലല്ലേ? അല്ലൂട്ടിനോട് ലുക്ക് ഉണ്ടോ വെച്ചപ്പോ ഒരു രസമില്ല എന്ന് പറഞ്ഞു. ഒരു രസമില്ല. വിളക്കെത്തിക്കാനായി നോക്കിപ്പോ. അപ്പൊ ഞാൻ വിളക്ക് എത്തിക്കാനൊക്കെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മോയ്സ്ചറൈസർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഹൈബ്രോ ഒന്ന് സെറ്റ് ചെയ്യട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവാ. അമ്മയ്ക്കാണെങ്കിൽ തീരെ ഹൈബ്രോ ഇല്ല. അതാണ്. അപ്പൊ നമ്മുടെ ലാഗ്മീൻ്റെ താട്ടോ. കല്ലിന്റെ ചീറ്റ് ഇതിനിടയിൽ നമ്മൾ കേൾക്കേണ്ടി വരും. എന്താ അല്ലൂട്ടാ വേണ്ടത്? അയ്യോ അതെടുക്കാൻ പറ്റില്ല. ഇത് പിടിച്ചോ. അപ്പൊ നമ്മളുണ്ടാ നമ്മൾ ഹൈബ്രോ പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ അതിപ്പോൾ കഴിഞ്ഞു പോയതുകൊണ്ടാണ് ഈ റിസ്ക് എടുക്കേണ്ടി വന്നത്. ഹൈബ്രോ പൗഡർ ആകുമ്പോൾ ഇത്ര റിസ്ക് നമുക്ക് വേണം. അല്ലോട്ട് ഫൈനലി ദേഷ്യം പിടിച്ച് പോയിട്ടുണ്ട് ഗായ്സ്. അമ്മയ്ക്ക് തീരെ ഹൈബ്രോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹൈബ്രോ വരച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ കുറച്ച് തിക്നെസ്സിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹൈബ്രോ
നല്ല തിക്നെസ് ആകുമ്പോഴാണല്ലോ അതിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓരോരുത്തർക്കും ഓരോ അല്ലൂട്ടെ പോവാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പം. അല്ലൂട്ടിന് ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. അത് നമ്മൾ ഹൈബ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലുക്ക് ഉണ്ടോ നമ്മ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കണ്ണാണില്ലേ. അപ്പൊ നമുക്ക് കണ്ണ് കാണുന്നില്ല എന്നൊക്കെ ചെറിയ കംപ്ലൈന്റ് ഒക്കെ പറയുന്നുണ്ട്. പോവാ കണ്ണാ. അച്ഛമ്മന്റെ കണ്ണനെ കൂട്ടിയിട്ടല്ലോ പോളൂ. എവിടെയാ പോണ്ടേ? കല്യാണത്തിനാ? എവിടെയാ പോണ്ടേ? ബീച്ചിലാ? എവിടെയാ പോണ്ടേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഹൈബ്രോ സെറ്റ് ആയിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ കോൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഹൈബ്രോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൗഡർ ഇടാൻ പോകാം കേട്ടോ. ശരിക്കും പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഹൈബ്രോ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വെറുതെ ആ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അല്ലുട്ടെ ഇടയിൽ കയറി ഓരോ സൂമിങ് ഒക്കെ നിൽക്കുന്നുണ്ട്. അതാട്ടോ ഈ ഇഷ്യൂ വരുന്നത്. അപ്പോൾ അടുത്ത നമ്മളിതാ പൗഡർ ഇട്ട് കൊടുക്കാണ്. അല്ല ഇന്ന് തീരുമോ? അമ്മ തുടങ്ങിയിട്ടുള്ളത് മേക്ക് ഓവറാണ്. അപ്പം അതിനിടയിൽ അല്ലുട്ടൻ്റെ കയ്യിൽ ഇതാ നമ്മളെ ലാക്മിയൊക്കെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് ആ പൗഡർ സോറി ഗൈസ്, ഒരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. ബട്ട് ഞാനൊക്കെ തെറ്റിച്ചു. അപ്പോൾ അതാണ് ഞാൻ ഇനി ഹൈബ്രോയിലൊന്നും ആവാതെ ഫൗണ്ടേഷൻ ഇടാൻ പോവാണ് കേട്ടോ. നിന്റെ സാരിയിലൊക്കെ വെള്ളയാവി. കല്യാണത്തിന് പോകാനുള്ള സാരിയാ. നമുക്ക് തൊട്ടിക്കാൻ അല്ലു കല്യാണത്തിന് വരണ്ട. അച്ഛമ്മ ഒറ്റയ്ക്ക് പോട്ടെ. അല്ലുണ്ട്. അല്ലുണ്ട്. ഓ അല്ലുണ്ട്. അല്ലു തിട്ടരാന്ന്. ഓ അപ്പോൾ നമ്മളിതാ NYBയുടെ ഫൗണ്ടേഷൻ ആട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ അല്ലൂട്ട് എഴുതിട്ടു. അതാണ് ഇപ്പൊ ഈ കാണുന്ന ക്യാമറയുടെ മുമ്പ് കയറിയിരുന്നത്. അല്ല ഗൈസ്, അപ്പൊ നമുക്ക് അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഒന്ന് അല്ലൂട്ടിനെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് വരാം കേട്ടോ. സോറി ഗൈസ്, ഇവിടെ ആരും കാണുന്നില്ല. മിക്കവാറും നമ്മുടെ ഈ മേക്ക് ഓവർ കുളമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മൂന്റെ അടുത്താക്കി. ഓ എടുത്തിട്ട് ഈ ഫോണിന്റെ അടുത്ത് നിന്നാ ഞാൻ എന്താക്കാനാ? എന്റെ അമ്മ പറയുന്നത് ഫോണിന്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അച്ഛനെ വിളിക്കേ, അപ്പൂസയെ വിളിക്കേ, അപ്പാപ്പനെ വിളിച്ചോളൂ. അല്ലൂട്ടിന് ആകെപ്പാടെ ഇത് മാത്രമേ അറിയുള്ളൂ. വാ പൂവാ വാ പൂവാ വാ പൂവാ എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. അപ്പം എന്താ നമ്മളിതാ ഫൗണ്ടേഷൻ എടുത്തു. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഐ ഷേഡോ ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പൗഡർ ഇടാ. ഇതിട്ട് കഴിഞ്ഞിട്ട് പൗഡർ ഇടാം. പൗഡർ ഇട്ടപ്പോഴാണ് നിർത്തിച്ചാണ് മറന്നുപോയതാണ്. എനിക്ക് ബ്രഷ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് കൈ കൊണ്ട് തന്നെ ചെയ്തതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് കൈ കൊണ്ടൊക്കെ അല്ലുള്ള തുണികളൊക്കെ വാരി വലിച്ചിട്ടുണ്ട് ഗൈസ്. അല്ലു പോവാൻ വേണ്ടി മാറ്റാ. അല്ലു ടാറ്റ പോവാൻ വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
ഇനിയിപ്പോ ആ കല്യാണം ഇന്നത്തേക്ക് മാറ്റിയാ പിന്നെ ഇങ്ങനെ തന്നെ ഒന്ന് പോയാ മതി. ഞായറാഴ്ച പോണ്ടില്ലേ? ഓ ഓ ഓ പോവാ അവിടൊക്കെ ഇപ്പൊ കണ്ണെഴുതട്ടെ. അല്ലോ അതില ചോദിക്കോട്ടെ. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു മമ്മി. അമ്മയുടെ വലിയ കണ്ണായതുകൊണ്ട് തന്നെ ഐഷേഡോയും കണ്ണൊക്കെ എഴുതാൻ നല്ല രസമായിരിക്കും കേട്ടോ. കണ്ണൊക്കെ ചെറുതായി, വീങ്ങി വീങ്ങി ചെറുതായി, വലിയ കണ്ണ്. കുറച്ച് ബ്ലഷ് ഒക്കെ ഇട്ടു. ഐ ലവ് യു, ഐ ലവ് യു. ആ അല്ലു ഐ ലവ് യു. അമ്മു ഐ ലവ് യു. അമ്മു ഐ ലവ് യു. അപ്പാപ്പ ഐ ലവ് യു. അപ്പൊ നമ്മളെ അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം വിളക്ക് കത്തിക്കാൻ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണില്ല ഒന്നും. ലാസ്റ്റ് കാണിച്ചു ഇവിടെ കുറച്ച് ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടായിട്ട് ഒന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത്. വയറ് നിറയെ ഫുഡ് അടിച്ചോണ്ട് അമ്മക്ക് കടയിൽ ഇട്ടോണ്ടിരിക്കട്ടെ. ചിക്കൻ കറി വേണി. ഇന്ന് ഞങ്ങൾക്ക് അപ്പനാട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞ നാളെ മുതൽ അമ്മ വെച്ചില്ല. അപ്പ ഇളക്കിയെന്നുള്ളൂ കേട്ടോ, ബാക്കി അമ്മയാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. എന്താ അത്? എന്താ കല്ലൊക്കെ പോയിണ്ടാവും. അച്ഛമ്മന്റെ ഓർണമെന്റ്സ് ഒക്കെ എടുത്ത് അല്ലു പപ്പടം പോലെ ഇതാക്കുന്നുണ്ട്. എന്തായാലും ഞാനിത് വിടൂല, ഞാനിതിലൊക്കെ താജ്മഹൽ പണിയും ഗൈസ്. നോക്കാലോ അല്ലേ? എന്നിട്ട് ഇത് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടാണ് ഓളോട് ഒരു കല്യാണ ഫോട്ടോ ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് അമ്മന്റെ വെഡിങ്ങിന്റെ ടൈമിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് അത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിൽ വേറെ സെക്കൻഡ് വൺ ചെയ്യണം എന്നാണ് എന്തായാലും ആഗ്രഹമല്ലേ, ചെയ്തോട്ടല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ പൗഡർ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ കണ്ണ് ചെയ്താൻ പോവാണ് ഗൈസ്. അടുത്തതാണ് ഞാനിത് ഈ സാധനം എടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കണേ. ഇത് രണ്ടും അല്ലൂട്ടന്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അമ്മ കണ്ണടച്ചിരുന്നോളൂ. നൊന്തിട്ടില്ലെങ്കിൽ കണ്ടു നേരെ വരും. മണിമുത്തേ, അച്ഛമ്മന്റെ സ്വത്തേടേ. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു മമ്മി, ഐ ലവ് യു, ഐ ലവ് യു. അച്ഛമ്മന്റെ മോള് എവിടെ? ഓ ഓ കണ്ട് കണ്ണ് പൂട്ടി നോക്കണ ആളാണ്. അല്ല, അച്ഛമ്മനെയും എന്നെയും ഒക്കെ അമ്മേനെ തന്നെ വിളിക്കുക. അതുകൊണ്ട് വിളി കേൾക്കാൻ ഞാൻ രണ്ടാളും കേൾക്കണം. ഇനി ഇത് തുറക്കാവോ? ഇല്ല അല്ലുട്ടെ കുറച്ച് സൈഡ് വരുമോ? അച്ഛമ്മന്റെ സ്വത്തേ. ആ ആ ഓ ആ ഏ ഓ ആ ഞങ്ങൾ നല്ല പാട്ടാ. ഇടയ്ക്ക് ലൈറ്റ് ഒക്കെ അല്ലുട്ടെ ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറയുന്നു? എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ. വാവേ വാവ പോയോ?
വാവേ വാവ ഉറങ്ങിയോ? ഇല്ല. വാവേ വാവേ ഇവര് ഈ മേക്കപ്പ് ദിവസം ചെയ്യാൻ എത്ര മണിക്കൂർ ഇരിക്കണല്ലേ? 4 മണിക്ക് നമ്മൾ പുലർച്ചയ്ക്ക് ഇരുന്നാല് 9 മണി നമ്മളല്ലേ കഴിഞ്ഞുള്ളൂ. എൻ്റെ അമ്മേ കല്യാണത്തിനൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് മേലെ കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇനി അത് ഉണങ്ങിയിട്ട് താഴത്ത് കണ്ണ് എഴുതാം. അതിനിടയിൽ നമുക്ക് ഇതാ കണ്ണിൻ്റെ അവിടെ എടുക്കണ്ട കേട്ടോ. അപ്പോൾ തുടച്ച് ഞാൻ അടുത്തത് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ് ഗൈസ്. നമ്മൾ ഡാസ്ലർ ഫാൻ ആട്ടോ. അപ്പോൾ ഡാസ്ലറിൻ്റെ ഞാൻ അധികം യൂസ് ചെയ്യുന്നുള്ളത്. ഡാസ്ലറിൻ്റെ അതിനിടയിൽ താഴോട്ട് വേറെന്തോ കലാപരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ സാരി കേട്ടോ. ഞാൻ ഇത് അമ്മേൻ്റെ പുതിയ സാരി കേട്ടോ. ഒറ്റ തവണ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ആ അരി അല്ലോ കണ്ണിൽ പഠിച്ചതല്ലേ. ദേവി ചന്ദ്രനാണ്. ദേവി ചന്ദ്രൻ രക്ഷിക്കും. മതി മതി. കണ്ണുറക്കാവോ? ആയിട്ടില്ല, ഒന്നുമില്ല. അപ്പൻ അമ്മനെ കണ്ട് ഞെട്ടും ഗൈസ്. ഇപ്പോൾ തല്ലിട്ടാ ഞാൻ. അമ്മയ്ക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാക്കി കേട്ടോ. പക്ഷെ അപ്പന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അമ്മ അധികം മേക്കപ്പ് ചെയ്യാത്തത്. മക്കൾക്കും ഇഷ്ടമാട്ടോ. മക്കൾക്കും അമ്മ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതും മേക്കപ്പ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അപ്പന് മാത്രം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ മേക്കപ്പിലേക്ക് നിൽക്കാത്തത്. കണ്ണ് അടച്ചു തിരിക്കുക. നമ്മളിതാ ഒരു ഗ്രീൻ പൊട്ടും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഫൈനലി നമ്മൾ ഫോട്ടോസ് വേണ്ട സിന്ദൂരം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ അതിന്റെ മുഖം നോക്ക് പാവോ. മേക്കപ്പ് അപ്പം അല്ലൂട്ടിന് ഇവിടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഒന്ന് അല്ലൂട്ടനെ ഒന്ന് അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ അല്ലൂനെ അപ്പാപ്പൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. സിന്ദൂരം എവിടെ? സിന്ദൂരം മുടി കെട്ടിയിട്ടാണ് സിന്ദൂരം തൊടുകയുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മളെ ഫേസ് ലുക്കൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് ഹെയറിലേക്കാണ്. അതാ പാപ്പ വരുന്നുണ്ട് അല്ലൂനിയായിട്ട്. അപ്പാപ്പൻ്റെ അടുത്ത് അല്ലു നിന്നിട്ടില്ല. ഞാൻ വട ഇവിടെ കൊണ്ടുവച്ച് വട തിന്നേനി. അവിടെ ഉണ്ടാക്കും മക്കൾ. അവിടെ പിന്നെ കണ്ടാലിപ്പോൾ കൂടുതൽ വരും. കടയിലിട്ടിക്കണം. വട ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിതാ വട എടുത്ത് വന്നതാട്ടോ. അമ്മ തല കണ്ടു. മുടി കട്ടി കൊടുങ്ങോ? ആകെ പേടിച്ച് ഞങ്ങളെ മുടി ഞാൻ ഒന്നും ആക്കില്ല. ഓക്കെ. നമുക്ക് പിന്നെ ഹെയർ പിന്നെ പെട്ടെന്ന് കിട്ടിക്കഴിയാം. കാരണം സിമ്പിൾ ഹെയർ
ഹെയർ സ്റ്റൈലാണല്ലോ അതുകൊണ്ട് നമുക്ക് പിന്നെ ഇതിന് ഭരതനാട്യത്തിനൊക്കെ പോകുമ്പോൾ കുട്ടികൾ മേക്കപ്പ് ചെയ്യുമ്പോൾ തലയും വെച്ച് അപ്പം അവിടെയൊക്കെയോ എന്താ കുട്ടിയൊക്കെ ഒരു പണിയില്ല. കുട്ടികളുടെ കഷ്ടപ്പാടുകളാണ്. സത്യം പറഞ്ഞ എനിക്ക് വടയെ കൊണ്ട് മുടി കെട്ടാൻ അറിയില്ല. എന്താ ഇപ്പൊ കെട്ടിയത്? അപ്പൊ കൊണ്ട അതിന് മറ്റേ സാധാരണ ഇങ്ങനെ കുത്തണോ? അതാണ് കൊണ്ടപ്പിന്നില്ലേ? ആ, എന്നാലും അത് അടിക്കും. ഓരോ ഇത് കഴിയുമ്പോൾ അങ്ങനെ കുത്തും. അല്ല നമ്മക്ക് കുത്തണ്ട, ഞാൻ പറയാം അത് നിൽക്കണമെങ്കിൽ അതിലൊരു പൂ വെച്ചാലൊക്കെ കുഴപ്പമില്ല. എൻ്റെ മൂക്കിൽ വെച്ച് അവിടെ അല്ലു അമ്മേ അമ്മേന്നൊക്കെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ മുടിക്ക് വേറൊരു സാധനമായിരുന്നു ചിന്തിച്ച്, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞാൽ തൽക്കാലം നമ്മൾ ആ ഹെയർ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു കേട്ടോ ഹെയർ. ഇനി അടുത്തത് നമ്മുടെ സിന്ദൂരം തുടങ്ങിയാണ്. സൈഡായി പോയോ ഒത്തത്? ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് വെളിച്ചത്തിൽ നമ്മൾ നല്ലോണം കാണിച്ചു തരാം. അതിപ്പോൾ എനിക്ക് മാത്രമേ കാണുന്നുള്ളൂ, ഫോണിൽ വലിയ ക്ലിയറൊന്നുമില്ല. സ്റ്റിക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ അങ്ങനെ സിമ്പിൾ ആക്കുന്നത് നമ്മൾ പലതിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആക്കാണ്. ബഡ്സിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലുക്ക് കറക്റ്റായിട്ട്. ഇനി അല്ലു കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേഗം നമ്മൾ വിചാരിച്ച പോലെ ആവുന്നില്ല. അപ്പം പെട്ടെന്ന് തന്നെ ഓർണമെൻറ്റ്സ് തിരിച്ചു വരും. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മുടി ഇതവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളത് ഒന്നുകൂടി സെറ്റ് ചെയ്യണം. അത് അമ്മ തന്നെ കെട്ടാണ് കേട്ടോ പറഞ്ഞത്. അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയറിൽ വെക്കാനുള്ള ഒരു ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഹെയർ നമ്മളിപ്പോൾ നമുക്ക് അറിയുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ അതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇങ്ങോട്ട് ഇരുന്നൂറ്. അപ്പോൾ ഇനി ഇതാ നമ്മൾ കമ്മലാണ്. ഇങ്ങോട്ട് പിടിക്കണ്ടേ? ചെറുത് വലിയ
ദേവിചന്ദ്രൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അല്ല ഓലൊക്കെ പിന്നെ ഡെയിലി മേക്കപ്പ് ചെയ്യണവരല്ലേ. എന്താ അത് അല്ലുൻ്റെ പോയി ഞാൻ സോപ്പിയതാണ്. അല്ല ഞാൻ അതിനെ കളിയാക്കിയാണ്. കൂയി കൂയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ ലുക്ക് ഇവിടെ ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് അതിന്റെ ഷോ നടത്താം. ഹലോ ഗൈസ്, അപ്പോൾ അതാ അമ്മയുടെ ഫൈനലി ലുക്ക് ഇതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ്, മംഗല കുങ്കുമണിഞ്ഞൊരുങ്ങ്, മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ്, മംഗല കുങ്കുമണിഞ്ഞൊരുങ്ങ്, മിന്നി നിൽക്കുവിളക്കായി നീ പൂത്തുനിൽ. ഗൈസ്, അപ്പോൾ അമ്മയുടെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ കഴിവുകൾ അങ്ങോട്ട് മുഴുവനായിട്ട് പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ദേവിചന്ദ്രൻ VS ഭുവനേശ്വരി എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ഹലോ ഗായ്സ്, അപ്പം എൻ്റെ മേക്കപ്പും അമ്മയെ ചെയ്തിട്ടുള്ള ലുക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.